അല്ലെങ്കിൽ ഒരു ഷോപ്പിങ്ങിന് പോകണമെങ്കിലും ഫ്രണ്ട്സുമായിട്ട് പുറത്തോട്ട് പോകണമെങ്കിലും ഒരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നില്ല. സ്വന്തമായിട്ട് തന്നെ എനിക്ക് കൊച്ചിയിൽ വന്ന സമയത്ത് അങ്കമാലി ടു ഇരിഞ്ഞാലക്കുട വരെ 30 കിലോമീറ്റർ ഇതിൽ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. F0 എന്ന് പറഞ്ഞിട്ട് ട്രിവാൻഡ്രത്തുള്ളത്, ട്രിവാൻഡ്രത്ത് കണ്ണമൂല എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളത് നിഷാന്റെ കൂടെയാണ് ഞാനുള്ളത്. നിഷാന്റെ ഒരു വെഹിക്കിൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടത്തേക്ക് വന്നത്. അതായത് IIT മദ്രാസിന്റെ ഒരു ഇന്നോവേഷൻ ആണ് ഈ ഒരു വെഹിക്കിൾ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഇവിടുത്തെ വിശേഷം നമുക്ക് കാണാം. ഈ വെഹിക്കിൾ എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ആർക്കൊക്കെ ഇത് ഉപകരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടക്കാം. ഓക്കെ, നേരെ വീഡിയോയിലേക്ക്. എനിക്ക് 4 വർഷം മുമ്പ് ഒരു മീൻ വണ്ടി നേർക്കിടിച്ചപ്പോൾ സ്പൈനൽ കോഡ് ഇഞ്ചുറി ആയിരുന്നു. ലൈക്ക് എൻ്റെ സ്പൈനിൽ T12 ലെവലിൽ ഇഞ്ചുറി പറ്റിയതാണ്. ആക്സിഡന്റിൽ സംഭവിച്ചത്? അതെ അതെ. ഓ ശരി, 4 വർഷം മുന്നേ. 4 വർഷം. നിങ്ങൾ എന്തായിരുന്നു വണ്ടി ഉണ്ടായിരുന്നത്? ഞാൻ സ്കൂട്ടറിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അതോടൊപ്പം എനിക്ക് മൾട്ടിപ്പിൾ ലെഗ് ഫ്രാക്ചേഴ്സ് ആയിരുന്നു, കാലിൽ പൊട്ടലുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ 4 കമ്പി കാലിൽ കിടപ്പുണ്ട്. സ്പൈനിൽ പക്ഷേ എനിക്ക് സർജറി ചെയ്തിട്ടില്ല. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഹീൽ ആയിട്ടുണ്ട്. ഒരു കംപ്രഷൻ മാത്രമാണ് പറ്റിയത്. ഇപ്പൊ നിലവിൽ ചെയ്യുന്ന ജോലിയോ അല്ലെങ്കിൽ ഞാനിപ്പോൾ വർക്ക് ചെയ്യുകയാണ്. ഞാൻ നിയോ മോഷൻ എന്ന് പറഞ്ഞ കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. അതിൽ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പുറത്ത് പോയിട്ടുള്ള ഫീൽഡ് വർക്കാണ്. ഫീൽഡ് വർക്ക് ചെയ്യുന്നത്? അതെ അതെ അതെ, ഇപ്പോഴും ഫീൽഡ് വർക്കാണ്. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ അല്ലാതെ പാഷനായിട്ട് മോഡലിംഗ് ചെയ്യുന്നുണ്ട്, ഫാഷൻ ഷോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതെ. അപ്പോൾ പിന്നെ അല്ലാതെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, ഒരു ഡിസബിലിറ്റി അഡ്വക്കേസി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു നമുക്ക് ഡിഫറെൻറ്റ് ലേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരെയും ക്രോണിക്കൽനെസ് ഉൾപ്പെടുന്ന എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. കാരവൻ എന്നുള്ള പേരിലുള്ള ഒരു കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയും മുന്നോട്ട് പോവുകയാണ്. ഈ മോഡലിംഗ് ഒക്കെ ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നതിന് മുന്നേ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയായിരുന്നോ? ഇല്ല, ഇതിന് മുന്നേ ഞാൻ ചെയ്തുകൊണ്ടിരുന്നില്ല. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, ഞാൻ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ഈ ഒരു മോഡലിംഗ് റാമ്പിൽ ഇതിലോട്ട് ഇറങ്ങാനുള്ള ഒരു ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഈ ഒരു ഇൻസിഡൻറ്റിലാണ് എനിക്ക് ലൈഫ് ചേഞ്ച് മൂവ്മെൻ്റ് ആയിട്ട് വന്നതും ഞാൻ ഇതിലോട്ട് ഇറങ്ങാൻ തുടങ്ങിയത്. ഇതിൽ നിന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും ചെയ്ത് എനിക്ക് ആഗ്രഹങ്ങളെല്ലാം ഇതിലൂടെ തന്നെ ഞാൻ ചെയ്ത് ഇനിയും ബെറ്റർ ആവുകയും ചെയ്യും. ഇനിയും അച്ചീവ് ചെയ്യാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഓരോന്ന് അച്ചീവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇനിയും അച്ചീവ് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാം അച്ചീവ് ചെയ്ത് ഞാൻ മുന്നോട്ട് തന്നെ ഇനി വരും. തീർച്ചയായിട്ടും ഉണ്ടാവണം. ഇതിപ്പോൾ എടുത്തിട്ട് 9 months ആയിട്ടുണ്ട്. 9 മാസം. അതെ. ഇനി നിങ്ങൾ ഇത് കണക്ട് ചെയ്യുന്നത് അതേപോലെ ഓടിക്കുന്നത് നമുക്കൊന്ന് കാണാം. ഓക്കെ, എങ്ങനെ നിങ്ങൾ ചെയ്യുന്നത്. ഇപ്പൊ രണ്ടാണല്ലോ. നിങ്ങൾ ഒരു വീൽ ചെയർ ഒരു ഭാഗത്ത് കിടക്കുകയാണ്, ഈ വെഹിക്കിളിന്റെ ഒരു പാർട്ട് ഫ്രണ്ട് ഭാഗം വേറെ കിടക്കുകയാണ്. ഇത് ഈ ഒരു വീൽ ചെയർ നേരെ കൊണ്ടുപോയിട്ട് അതിന് കണക്ട് ചെയ്യല്ലേ? അതെ. ഓക്കെ. അപ്പോൾ നേരെ കൊണ്ടുവന്നിട്ട് നേരെ വരുന്നു, ഇതിങ്ങനെ നിൽക്കുകയാണ്. അതെ, ബ്രേക്ക് ചെയ്യുന്നു. ഓക്കെ. ഈ ഒരു ക്ലാമ്പിനുള്ളിൽ വണ്ടി കയറിയിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഒന്ന് മുന്നിലോട്ട് പുഷ് ചെയ്യുക. ഓക്കെ. ഇപ്പൊ ലോക്ക് ആയിട്ടുണ്ട്. അതിനുശേഷം കൺഫേം ലോക്കിംഗ്. ഓ, അത് വേറെ തന്നെ ലോക്കാണ്? അതെ, വേറൊരു കൺഫേം ലോക്കിംഗ് ആണ്. ഓക്കെ. പിന്നെ ബ്രേക്ക് മാറ്റുക, വീൽ ചെയറിന്റെ ബ്രേക്ക് മാറ്റുക, കീ ഓൺ, ഇഗ്നിഷൻ ഓൺ ചെയ്യുക. ഡിസ്പ്ലേയില് ഇതിന്റെ കീ വരുന്നത് ഈ ഒരു സൈഡിലാണ്? അതെ, ഈ സൈഡിലാണ്. ബാറ്ററിയും അതെ, ബാറ്ററി വരുന്നത് ഇതാണ്. ബാറ്ററി നമുക്ക് ഇതുപോലെ ഓഫ് ചെയ്തു അൺലോക്ക് ചെയ്തിട്ട് ഇതുപോലെ അതെ, ഇതുപോലെ കൊണ്ട് ചാർജ് ചെയ്യാം. ഇതുപോലെ ലാപ്ടോപ്പിലൊക്കെ വരുന്ന തരത്തിലുള്ള ചാർജറാണ് ഇത്. റൂമിൽ കൊണ്ടുപോയി ചാർജ് ചെയ്തിട്ട് അതുപോലെ നമുക്ക് കൊണ്ടുവന്ന് ഈസി ടു ഡിറ്റാച്ച്, ഈസി ടു അറ്റാച്ച്. ഇതുപോലെ അറ്റാച്ച് ചെയ്യുക. ഓൺ ചെയ്തു. അതെ, ഓൺ ചെയ്തിട്ട് ഓൺ ആയിട്ടുണ്ട്. പിന്നെ അതിനുശേഷം സാധാരണ സ്കൂട്ടറിലൊക്കെ വരുന്ന പോലെ മീറ്ററും വരുന്നുണ്ട്, അല്ലാതെ ഇഗ്നിഷൻ വരുന്നുണ്ട്. ഈ ഒരു ഇഗ്നിഷൻ ഓഫ് ആയിരിക്കും, ഇതിപ്പോൾ ഓൺ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ സ്റ്റാർട്ടിങ്ങിൽ 1 ആയിരിക്കും കിടക്കുന്നത്. 1 എന്ന് പറയുമ്പോൾ ഒരാളോടൊപ്പം നടക്കുന്ന മെല്ലെ പോകുന്നൊരു സ്പീഡാണ്. അത് 3-ലാക്കുമ്പോഴാണ് കുറച്ചുകൂടി ഈ പറഞ്ഞ ഓൺ റോഡ് നമുക്ക് 25 കിലോമീറ്റർ സ്പീഡിൽ 25 പോകാൻ പറ്റും. 2 ആക്കുകയാണെങ്കിൽ കുറച്ചുകൂടി മെല്ലെ കുറഞ്ഞ് സ്പീഡിൽ പോകും. ബാറ്ററി ചാർജ് ഒക്കെ അതിൽ തന്നെ കാണിക്കും. അതെ, ഇതിൽ തന്നെ ചാർജ് നമുക്ക് കാണിക്കും, എത്ര കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നതെന്ന് കാണിക്കും. പിന്നെ നമുക്ക് ട്രിപ്പ് ഇടാൻ പറ്റും, എത്ര കിലോമീറ്റർ ഇപ്പോൾ ട്രാവൽ ചെയ്തു. അല്ലാതെ ഇപ്പോൾ ഓവറോൾ ഞാൻ ഓടിച്ചിട്ടുള്ളത് നമുക്ക് ഇതിൽ അറിയാൻ പറ്റും. ഇപ്പം 4402 ഓടിച്ചിട്ടുണ്ട് ഇപ്പോൾ. അതിപ്പോ ട്രിവാൻഡ്രം കൊച്ചിയിലൊക്കെ വരുമ്പോഴും അങ്ങനെയൊക്കെ യാത്രയൊക്കെ ഇതിൽ തന്നെയാണ്. ട്രിവാൻഡ്രം കൊച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എടുത്തിട്ട് പുറത്തേക്ക് ദൂരത്തൊക്കെ പോകും? അതെ അതെ, ഇതിൽ തന്നെ ഞാൻ ട്രെയിനിൽ കയറ്റും. ഡിസബിലിറ്റി കോച്ച് ഉണ്ടാവും ട്രെയിനിൽ. അപ്പോൾ അതിൽ കയറ്റിയിട്ട് ഡെസ്റ്റിനേഷൻ ഇപ്പോൾ കൊച്ചിയിലാണെങ്കിൽ കൊച്ചിയിലോട്ട് പോയിട്ട് അവിടെ ഇറങ്ങിയിട്ട് അവിടെയുള്ള യാത്രയൊക്കെ ഇതിൽ തന്നെയാണ്. അതെ അതെ, എനിക്കിത് ക്യാബ് വേറെ പിടിക്കേണ്ടി വരുന്നില്ല. അപ്പോൾ സാധാരണ നമ്മൾ ക്യാബൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ വീൽ ചെയർ എടുത്ത് വെക്കണം, അവിടെ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യണം. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അപ്പോൾ അതില്ലാതെ സ്വന്തമായിട്ട് തന്നെ നമുക്ക് ഈ വണ്ടിയിൽ ഇറക്കി വെക്കാനുള്ള ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. ട്രെയിനിൽ നമുക്ക് അവിടെ നിന്ന് വെക്കാനായിട്ട് ഒരാൾ ഹെൽപ്പ് വേണം. വെച്ചതിന് ശേഷം നമ്മൾ അവിടെയുള്ള യാത്രയൊക്കെ ഇതിൽ തന്നെയാണ്. ഒറ്റയ്ക്കാണ് വരുന്നതും ഒറ്റയ്ക്കാണ് സ്റ്റേ ചെയ്യുന്നതും. പിന്നെ യാത്രയൊക്കെ ഒറ്റയ്ക്കാണ്. ഇത് ഒരു എത്ര കിലോമീറ്റർ റോഡ് വഴി നിങ്ങൾ ഒരു ട്രിപ്പ് പോയിട്ടുണ്ട്?
ഇത് ഞാൻ 30 കിലോമീറ്റർ പോയിട്ടുണ്ട്. 30 കിലോമീറ്റർ ദൂരം ഈ ഒരു വെഹിക്കിൾ വെച്ച് ഓടി? അതെ, ഞാൻ കൊച്ചിയിൽ വന്ന സമയത്ത് അങ്കമാലി ടു ഇരിഞ്ഞാലക്കുട വരെ ഞാൻ 30 കിലോമീറ്റർ ഇതിൽ ഡ്രൈവ് ചെയ്തിട്ടുണ്ട് വൈകുന്നേരം ടൈമിൽ. അതെ, റോഡിലേക്ക് ഓടിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല? ഇല്ല, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. നമുക്ക് ലൈസൻസ് ഇതിന് ലൈസൻസ് കാര്യങ്ങളൊന്നും വേണ്ടി വരുന്നില്ല. ഇത് 25 കിലോമീറ്റർ സ്പീഡ് വരുന്നുള്ളൂ. അതുകൊണ്ട് അതിന് മുകളിൽ വരുമ്പോഴാണ് ലൈസൻസിന്റെ ആവശ്യം വരുന്നത്. അപ്പോൾ അത് ലൈസൻസിന്റെ ആവശ്യം ഇല്ല. ഹെൽമെറ്റ് വെക്കുക, നമ്മുടെ ഒരു സേഫ്റ്റിക്ക് ഹെൽമെറ്റ് വെക്കുക, സേഫ് ആയിട്ട് പോവുക, കൂടുതൽ സിഗ്നൽസ് കൊടുത്ത് പോവുക, മിറർ ചെക്ക് ചെയ്യുക, വരുന്ന വണ്ടികൾ വരുന്നെങ്കിൽ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക, അങ്ങനെയൊക്കെ ഒന്ന് നോക്കുക. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഹെൽമെറ്റ് ഒന്ന് വെക്കുക. അപ്പൊ നമുക്കൊന്ന് പുറത്തേക്കൊന്ന് നിങ്ങൾ പോകുന്ന ഒരു കാഴ്ചയൊക്കെ നമുക്കൊന്ന് കാണണല്ലോ, എങ്ങനെയാന്നൊക്കെയുള്ള കാര്യങ്ങള്. ഓക്കെ, ഹെൽമെറ്റ് അത് ഒരു സേഫ്റ്റിയാണ്, നിർബന്ധമായിട്ട് ചെയ്യാം. അതെ, ഇതിങ്ങനെ എടുത്ത് പോകുന്ന സമയത്ത് ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ടാവും അല്ലേ? അതെ, വണ്ടി എടുത്ത് പോകുന്ന സമയത്ത് ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഭയങ്കര ഒരു പുതുമയാണ് ഇത് കാണുമ്പോൾ. ഒരു പോസിറ്റീവ് എനർജിയാണ് എല്ലാവർക്കും കാണുമ്പോഴത്തേക്കും. ലൈക്ക് ഇങ്ങനെ ഒരു റോഡിൽ കൂടെ ഇങ്ങനെ പോകുന്നു വണ്ടി, വീൽ ചെയർ വലിച്ചിട്ട് ഒരു വണ്ടി ഇങ്ങനെ പോവാന്ന് പറഞ്ഞ ഒരു സംഭവം തന്നെയാണല്ലോ, നമ്മൾ ഇതുവരെ കാണാത്തൊരു കാഴ്ചയാണല്ലോ. അതെ, ഓക്കെ, നമ്മൾ ഇവരുടെ ഫ്ലാറ്റിന്റെ അടുത്ത് പുറത്തേക്ക് പോകുന്ന വഴിയാണ് നിങ്ങൾ കാണുന്നത്, ആ റോഡിലേക്കുള്ള വഴിയാണ്. അത് നോക്കി നിങ്ങള്, സാധാരണ നമ്മളൊരു ബൈക്ക് എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി പോകുന്ന അതേ ഒരു ലാഘവത്തിൽ തന്നെ ആൾ ഇറങ്ങി പുറത്തേക്ക് റോഡിലേക്ക് പോവുകയാണ്, ഒരു വീൽ ചെയർ അതിൻ്റെ കൂടെ കണക്ട് ചെയ്തിട്ട്. അപ്പൊ നല്ലൊരു ഡ്രൈവ് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു അല്ലേ? അടിപൊളിയായിട്ട് എവിടെയും നമുക്ക് ധൈര്യമായിട്ട് എല്ലാം എന്നുള്ളൊരു കാര്യമാണ് ഇതിനെ കൊണ്ടുള്ളത്. മോളിലൊക്കെ നിങ്ങൾക്ക് എടുത്തിട്ട് പോകുന്നുണ്ട്? അതെ, മോളിനുള്ളിലൊക്കെ നമുക്ക് പോകാൻ പറ്റുന്നുണ്ട്. ട്രിവാൻഡ്രത്ത് ലുലു മോളിലൊക്കെ ഞാൻ ഇത് ഓടിച്ചൊക്കെയാണ് അകത്ത് പോകുന്നത്. ഇത് എടുത്തിട്ട് ഇതിനുള്ളിൽ പോകും, അത്രയും സ്പേസ് വരുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല ലിഫ്റ്റ് വരുന്നത് കുറച്ചൊരു വലിപ്പമുള്ളതാണ്, അപ്പോൾ ഇത് ഉള്ളിൽ സുഖമായിട്ട് കയറും. അവിടത്തൊക്കെ എല്ലാവരും ശ്രദ്ധിക്കും അല്ലേ? നിങ്ങൾ ഇത് എടുത്തിട്ട് പോകുന്നത്? അതെ, ഉറപ്പായിട്ടും. ലൈറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോഴും ഇതിന്റെ ലൈറ്റ് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ എന്താ വരുന്നത്? അതെ, ലൈറ്റ്സ് ഹെഡ്ലൈറ്റ് ഫ്രണ്ടിൽ വരുന്നുണ്ട്, ഈ സൈഡിലായിട്ട് ഇത് വരുന്നുണ്ട്. ഇൻഡിക്കേറ്റർ ഇത് തന്നെ യൂസ് ചെയ്യും അല്ലേ? അതെ. ഓക്കെ, ഫ്രണ്ടിൽ ഇവിടെ ഒരു ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്. അതെ. ഓക്കെ, പിന്നെ ഇതിന് എന്തെങ്കിലും കംപ്ലൈൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാ? ഇതില് കംപ്ലൈൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഒരു സ്കൂട്ടർ എങ്ങനെയാണോ ലോക്കൽ ഷോപ്പിൽ പോയിട്ട് സർവീസ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് ചെയ്യാനേ ഉള്ളൂ. ബാറ്ററി ഫംഗ്ഷണൽ കാര്യത്തിനൊക്കെ 1 ഇയർ വാറണ്ടി വരുന്നുണ്ട്. ഇതിപ്പോ ഈ മോഡൽ തന്നെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്? 9 മാസം മുന്നേ ഉള്ള അതേ മോഡൽ തന്നെയാണ് ഇപ്പോൾ വരുന്നത്? അല്ല, ഇപ്പോൾ വരുന്നതിൽ കുറച്ചുകൂടി ഹാൻഡിൽ കോമ്പാക്ട് ആക്കിയിട്ടുണ്ട്. ഈ ഒരു ലെവലിൽ ചെറിയ രീതിയിൽ നമുക്ക് പിടിച്ചു പോകാൻ പറ്റും. അതെ, ലൈക്ക് കുറച്ചുകൂടി നമുക്ക് കോമ്പാക്ട് ആക്കി എല്ലായിടത്തും വളയ്ക്കാനും എടുക്കാനൊക്കെ കംഫർട്ടബിൾ ആയിരിക്കും. പിന്നെ ലൈറ്റ്സ് ഇത് വരുന്നില്ല, അല്ലാതെ ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ കുറച്ചുകൂടി ഹെഡ്ലൈറ്റിന്റെ വെട്ടം കൂടിയിട്ടുണ്ട്, കുറച്ചൊരു വലിപ്പമുള്ള ഹെഡ്ലൈറ്റ് ആണ് വരുന്നത്. പിന്നെ ഫുൾ ബ്ലാക്ക് ആണ് വരുന്നത്, കാണാൻ സ്റ്റൈലിഷ് ആണ്. ഫുൾ ഗ്രാൻഡ് ബ്ലാക്ക് ആണ് കളർ വരുന്നത്. ഓ, അത് ശരി. ഇതിപ്പോ പുതിയ ഒരാൾ എടുക്കുന്ന സമയത്ത് എത്ര ഇതിന് റേറ്റ് വരുന്നുണ്ട്? റേറ്റ് വരുന്നത് ഇപ്പോൾ വീൽ ചെയറും ഈ ഒരു ഫ്രണ്ട് പോർഷനും കൂടി ചേർന്ന് 1 lakh ആണ് വരുന്നത്. ടാക്സ് ഉൾപ്പെടെ ഡിസ്കൗണ്ടഡ് പ്രൈസ് 1 lakh ആണ് വരുന്നത്. 1 ലക്ഷത്തിനാണ് ഇപ്പോൾ അവർ കൊടുത്തോണ്ടിരിക്കുന്നത്. അതെ, അതായത് ഫുൾ വെഹിക്കിൾ, അതായത് രണ്ടിനും ഈ പറഞ്ഞ വീൽ ചെയർ കസ്റ്റമൈസ്ഡ് ആണ്. ഓരോ ആൾക്കാരുടെ മെഷർമെന്റ് അനുസരിച്ചാണ് വീൽ ചെയർ ചെയ്ത് കൊടുക്കുന്നത്. ഓ, അങ്ങനെയാണ്. അതെ, ഇപ്പോൾ കാരണം നമ്മുടെ ഇരിക്കുന്ന മെഷർമെന്റ് ആണെങ്കിലും നമ്മളെ ഇടുപ്പ് അളവാണെങ്കിലും നമ്മുടെ ബാക്ക് റെസ്റ്റ് അളവാണെങ്കിലും എല്ലാം ഞാനിപ്പോൾ ഒന്ന് കാണിക്കാം. ഡിറ്റാച്ചിങ് വരുന്നത് ഇതുപോലെയാണ്. ഈ ഒരു ലോക്ക് മാറ്റിയതിന് ശേഷം ഈ ഒരു ക്ലാമ്പിലൊന്ന് പ്രസ് ചെയ്യുക. അതെ, ഈ ക്ലാമ്പിലൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഇതുപോലെ വണ്ടി ഒന്ന് ചരിച്ച് മുന്നോട്ടാക്കുക. ഓ, അത് കഴിഞ്ഞു, ഡിറ്റാച്ച് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നോർമലി വീൽ ചെയർ യൂസ് ചെയ്ത് മൂവ് ചെയ്യുക. ഇത് വീൽ ചെയർ നല്ല സ്മൂത്ത് ആണ്? അത് ഭയങ്കര സ്മൂത്ത് ആണ്. വീൽ ചെയർ നമുക്ക് എളുപ്പത്തിൽ ഈസി ലൈഫ് സ്റ്റൈലാണ്. നമുക്കൊരു സ്ഥലത്ത് പോകണമെങ്കിലും ഈസി ആയിട്ട് നമുക്ക് പോകാം. അതിൻ്റെ ടയേഴ്സ് ആണെങ്കിലും ആ തരത്തിലുള്ള ടയേഴ്സ് ആണ്. നമുക്ക് ഫോളിങ് ചാൻസ് കുറവായിരിക്കും. പിന്നെ ആം റെസ്റ്റ് ഉണ്ടാകും. അല്ലാതെ ടയേഴ്സ് ആണെങ്കിൽ ഇതിൻ്റെ ന്യൂമാറ്റിക് പഞ്ച് റെസിസ്റ്റന്റ് ടയേഴ്സ് ആണ്. അപ്പൊ ഈ വണ്ടിക്ക് ആയതുകൊണ്ട് കുറച്ചുകൂടി വലിപ്പമുള്ള ടയേഴ്സ് ആണ് ഇതിന്. റോഡിലൊക്കെ ഓടിക്കുന്നതുകൊണ്ട്. അതെ. പിന്നെ ഇത് എർഗണോമിക് പുഷ്റുമാണ്. നമുക്ക് പുഷ് ചെയ്യാനായിട്ട് സാധാരണ വീൽ ചെയർ വരുന്ന പോലെ റൗണ്ട് അല്ല, എളുപ്പത്തിൽ നമുക്ക് പുഷ് ചെയ്യാം. നമുക്ക് റൈറ്റ് പോസ്റ്ററിലായിരിക്കും. ഒരു വീൽ ചെയർ യൂസർ എപ്പോഴും ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു വീൽ ചെയർ ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ഇരിക്കുമ്പോഴും മൂവ് ചെയ്യാനൊക്കെ കംഫർട്ടബിൾ കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ ഞാനൊരു കറക്റ്റ് പോസ്റ്ററിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് പുഷ് ചെയ്യാൻ ഈസി ആയിട്ട് പുഷ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. വളരെ ഫാസ്റ്റ് ആയിട്ട് സ്മൂത്ത് ആയിട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലേ? അത് മാത്രമല്ല ചെറിയ ലിഫ്റ്റ് ആണെങ്കിലും ചെറിയ ഡോറൊക്കെ ആണെങ്കിലും നമുക്ക് എളുപ്പത്തിൽ കയറി പോകാം. കോമ്പാക്റ്റ് ആണ് സൈസ് വരുന്നത്. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലുണ്ടാകും മുന്നോട്ട് മാത്രമല്ലേ പോവുള്ളൂ, ബാക്കിലോട്ട് പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ അതെന്തായാലും
ഇതിൽ പറ്റുന്ന ഒരു കാര്യമാണ്. ഇത് നമുക്ക് റിവേഴ്സും അവൈലബിൾ ആണ്. റിവേഴ്സ് ഇതിലൊരു ബട്ടൺ വരുന്നുണ്ട്, ലെഫ്റ്റ് സൈഡിൽ ബട്ടൺ വരുന്നുണ്ട്. ആ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടാവും. ഇത് ഫസ്റ്റ് മോഡലിൽ മാത്രമാണ് ഈ സൗണ്ട്. ഇപ്പോൾ വരുന്നതിൽ ഈ സൗണ്ട് ഇല്ല, കുറച്ചുകൂടി നമുക്ക് സൗണ്ട് ഇല്ലാതെ പോവാം. സൗണ്ട് പ്രസ് ചെയ്യുക. ആക്സിലറേഷൻ നമുക്ക് നോർമലി സ്കൂട്ടറിന് കൊടുക്കുന്ന പോലെ തന്നെ ഫ്രണ്ടിലേക്ക് കൊടുക്കുന്ന അതെ അതേപോലെ കൊടുക്കുക. എന്നിട്ട് ആ ഒരു സെയിം ബട്ടൺ തന്നെ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും റിവേഴ്സ് മാറിയിട്ടുണ്ട്. നോർമലി നമുക്ക് വീണ്ടും ഫ്രണ്ടിലോട്ട് ഫ്രണ്ടിലേക്ക് പറ്റും. അതെ. ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ട്? ഉപയോഗിച്ചിട്ട് എനിക്ക് ഭയങ്കര ഒരു മൊബിലിറ്റി ഫീലാണ്. എനിക്ക് പുറത്തോട്ട് ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തമായിട്ട് പോകാൻ പറ്റുന്നുണ്ട്. എനിക്ക് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങണമെങ്കിലും അല്ലെങ്കിൽ ഒരു ഷോപ്പിങ്ങിന് പോകണമെങ്കിലും ഫ്രണ്ട്സുമായിട്ട് പുറത്തോട്ട് പോകണമെങ്കിലും ഒരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നില്ല. സ്വന്തമായിട്ട് തന്നെ എനിക്ക് ജസ്റ്റ് വരുന്നു, അറ്റാച്ച് ചെയ്യുന്നു, പുറത്തോട്ട് പോകുന്നു. അതെ, അങ്ങോട്ട് പോവുകയാണ്. ഇൻഡിപെൻഡന്റ് ആണ്. ആ ഒരു ഇതാണല്ലോ നമുക്ക് എല്ലാവർക്കും വേണ്ടത്. ഒരാൾ ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തമായിട്ട് പോകാൻ പറ്റുക എന്നുള്ളൊരു അതിൽ കിട്ടുന്ന ഒരു സന്തോഷം വേറെ തന്നെയാണ്. ഇത്രയാണ് നിഷാന്റെ മോട്ടറൈസ്ഡ് വീൽ ചെയറിന്റെ വിശേഷങ്ങൾ. എങ്ങനെയുണ്ട് കാഴ്ചകൾ? വളരെ ഭംഗിയായിട്ടാണ് നിഷാൻ എല്ലാ കാര്യങ്ങളും കാണിച്ചു തന്നല്ലേ. ഒരു ATM കൗണ്ടറിൽ വരെ പോയിട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതേപോലെ റോഡിലൊക്കെ വളരെ വളരെ സിമ്പിൾ ആയിട്ട്, അതേപോലെ തന്നെ നല്ല സേഫ്റ്റിയോട് കൂടി തന്നെ ഇദ്ദേഹം ഇത് ഓടിച്ച് നമ്മുടെ മുന്നിലേക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെന്നുണ്ട് തീർച്ചയായിട്ടും വിളിക്കാം. നമ്പർ ഞാൻ എന്നും കൊടുക്കുന്ന പോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. നിഷാന്റെ വിളിക്കാം, നിങ്ങൾക്ക് സംസാരിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്ത ദിവസം അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.